ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പെർക്വിസൈറ്റ്സിന്റെ ടാക്സബിൾ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ എങ്ങനെയാണ് ഒരു കാർ വാല്യുവേഷനെ കുറിച്ചിട്ടാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ അടുത്ത നോക്കി നോക്കാം. ഫ്രീ ലോഡ്ജിങ് ആൻഡ് ബോർഡിംഗ് ഫെസിലിറ്റി ടു ഹോട്ടൽ അല്ലെ, ഫ്രീ ടു ഹോട്ടൽ എംപ്ലോയീസ് അല്ലെ. ഇവിടെ എന്താണ് ലോഡ്ജിങ് അല്ലെ? ലോഡ്ജിങ് എന്ന് പറയുമ്പോൾ എന്താ, താമസ സൗകര്യം കൊടുക്കുക. ഇതൊരു ടാക്സബിൾ ആണ്. ലോഡ്ജിങ് എന്ന് പറയുമ്പോൾ എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് റെന്റ് ഫ്രീ അക്കോമഡേഷനിലെ പ്രൈവറ്റ് എംപ്ലോയീസിന്റെ വാല്യൂ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ നമ്മൾ ഇതും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആയിട്ടുള്ള, സ്പെസിഫൈഡ് എംപ്ലോയീസ് മാത്രമല്ല എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആയിട്ടുള്ള ഒരു പെർക്വിസൈറ്റ് ആണ് ഫ്രീ ലോഡ്ജിങ്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് നോക്കി നോക്കാം. ഫുഡ് അല്ലെ, ഫ്രീ ഇതിന്റെ കൂടെ ഫുഡ് അല്ലെ, നമ്മളിപ്പോ എന്താണ് എംപ്ലോയീസിന്റെ ഫുഡ് അല്ലെ. അപ്പൊ അതായത് ഇപ്പൊ ഈ എംപ്ലോയർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആക്ച്വൽ എമൗണ്ട് എത്രയാണോ ചെലവാക്കിയത് അതിന്റെ ആക്ച്വൽ എമൗണ്ട്, ദെൻ എംപ്ലോയി എന്തെങ്കിലും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ അതായത് ഇപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡ്ജിങ്ങിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഒരു ഫുഡ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഫുഡ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അതും എന്താണ്, ഒരു പെർക്വിസൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ വാല്യൂ എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ദി ആക്ച്വൽ എമൗണ്ട് ഓഫ് ഫുഡ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഫുഡിനായിട്ട് ചെലവഴിച്ചിട്ടുള്ള എക്സ്പെൻസ് എത്രയാണോ അതിൽ നിന്ന് ഈ എംപ്ലോയി ചിലപ്പോ എന്തെങ്കിലും എക്സ്പെൻസസ് എംപ്ലോയിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കാം, അത് അതിൽ നിന്നും മൈനസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയർ ഫുഡ് എക്സ്പെൻസസ് ആയിട്ട് ഒരു എംപ്ലോയിക്ക്, സ്പെസിഫൈഡ് എംപ്ലോയിക്ക് ഒരു 200 രൂപ ഡെയിലി ചെലവാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതില് 50 രൂപ ആരെടുത്തിട്ടുണ്ട്? എംപ്ലോയി എടുത്തിട്ടുണ്ട്. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരു 200 റുപ്പീസിന്റെ ഫുഡ് എക്സ്പെൻസസ് എംപ്ലോയർ എടുത്തിട്ടുണ്ട്. അതിൽ 50 രൂപ എംപ്ലോയി അതിൽ നിന്ന് എംപ്ലോയി ചെലവാക്കിയതാണ്. അപ്പൊ ബാക്കിയുള്ള 150 രൂപയാണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള ഫുഡിന്റെ എക്സ്പെൻസസ്. അപ്പോൾ അതാണ് എന്ത്, ടാക്സബിൾ പെർക്വിസൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇനി അടുത്തൊരു കാര്യം നോക്കാം. ഫ്രീ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ. ഫ്രീ സപ്ലൈ ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. അതെന്താണ് സംഭവം? എംപ്ലോയറിന് ഗ്യാസ് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി, കറണ്ട് അല്ലെ, അതുപോലെ തന്നെ വാട്ടർ, ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ടാക്സബിൾ പെർക്വിസൈറ്റ് ആണ്. പക്ഷെ അതിൽ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതായത് ഇപ്പൊ എംപ്ലോയർ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് എംപ്ലോയർ ഇപ്പൊ ഒരു ഗ്യാസ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, അയാൾക്ക് വേണ്ടിയിട്ട് ആ എംപ്ലോയർ ഗ്യാസ് കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട്. അല്ലെങ്കിൽ അതായത് ഈ വാട്ടർ സപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതോ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നതോ ഈ എംപ്ലോയർ തന്നെയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ, അതായത് ഓൺ ജനറേഷൻ ആണ്, സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്തിട്ട് അത് അവരുടെ എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും? അതായത് എത്രയാണ് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ഈ എംപ്ലോയർക്ക് വന്നിട്ടുള്ള ചെലവ്, ദാറ്റ് മീൻസ് കോസ്റ്റ് പെർ യൂണിറ്റ്, അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ. ഇപ്പൊ ഒരു എന്താണ്, ഗ്യാസ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, ഇത് സപ്ലൈ ചെയ്യുന്നത് അഥവാ ഇത് ഉണ്ടാക്കുന്നത് ആരാണ്? ഈ എംപ്ലോയിയുടെ എംപ്ലോയർ ആണ്. എംപ്ലോയർ എന്നിട്ട് എന്ത് ചെയ്യാണ്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുകയാണ്. അതായത് വാട്ടർ ഓർ ഇലക്ട്രിസിറ്റി ഓർ നമ്മുടെ ഗ്യാസ് അല്ലെ. അപ്പൊ അവിടെ ഇതിന്റെ ടാക്സബിൾ വാല്യൂ അപ്പൊ നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാ? കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വന്നിട്ടുള്ള ചെലവ് എത്രയാണോ അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ. ഓക്കെ,
ദെൻ ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രീ സപ്ലൈ ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ആണ്. അതിന്റെ ഒന്നാമത്തെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇപ്പൊ പുറത്തു നിന്ന് വാങ്ങുകയാണ്. അതായത് ഇപ്പോ ഒരു കമ്പനി, ആ കമ്പനി പുറത്തു നിന്നുള്ള ഒരു ഏജൻസി വഴി ഈ അവരുടെ എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് ഗ്യാസ്, വാട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? ആക്ച്വൽ എമൗണ്ട് അല്ലെങ്കിൽ ആക്ച്വൽ ബിൽ എമൗണ്ട് എത്രയാണോ എന്ന് നോക്കുക. അതായത് എംപ്ലോയർ എംപ്ലോയിക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് ഓർ ഇലക്ട്രിസിറ്റി, വാട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർക്ക് വന്നിട്ടുള്ള ബില്ല് എത്രയാണെന്ന് നോക്കുക. അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ. ഓക്കെ, ദെൻ ഇനി ഇൻ കേസ് ചിലപ്പോൾ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെലവായിട്ടുണ്ടാവും. ഇപ്പൊ ഫ്രീ ആയിട്ട് ഗ്യാസും ഇലക്ട്രിസിറ്റിയും വാട്ടറും ഒക്കെ എംപ്ലോയർ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്തെങ്കിലും ചില കാര്യങ്ങള് ഇതുമായി ബന്ധപ്പെട്ട ചില ചെലവുകൾ എംപ്ലോയിക്കും ഉണ്ടായിട്ടുണ്ടാവാം. അതെന്ത് ചെയ്യണം? ടാക്സബിൾ വാല്യൂ ഓഫ് ഇത്തരത്തിലുള്ള പെർക്വിസൈറ്റ്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എംപ്ലോയിക്ക് ചെലവായിട്ടുള്ള ആ ഒരു എക്സ്പെൻസ് കുറക്കണം. ഓക്കെ, ഇപ്പൊ ഇത്രയും പോയിന്റ് നിങ്ങൾ 2 പോയിന്റ് ആണ് നോക്കേണ്ടത്. ഫ്രീ ആയിട്ട് ഗ്യാസ്, വാട്ടർ അതുപോലെ തന്നെ ആൻഡ് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത് ഈ എംപ്ലോയറിന്റെ ഓണർഷിപ്പിൽ ഉള്ളതാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സപ്ലൈ ചെയ്യുന്നത് എംപ്ലോയർ തന്നെയാണോ എന്ന് നോക്കുക. അതല്ല പുറത്തു നിന്നുള്ള ഒരു ഏജൻസി വഴിയാണ് കൊടുക്കുന്നത് എങ്കിൽ 2 ട്രീറ്റ്മെന്റും വ്യത്യാസമുണ്ട്. ഓക്കെ, ദെൻ ഇനി ഇതുമായി ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് നോട്ടാണ് ഈ കണക്ഷൻ. ഇപ്പൊ ഈ കണക്ഷൻ എംപ്ലോയറിന്റെ പേരിലാണ്, അതായത് ഗ്യാസിന്റെ കണക്ഷൻ എംപ്ലോയറിന്റെ പേരിലാണ്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? എംപ്ലോയിക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഗ്യാസിന്റെയോ വാട്ടറിന്റെയോ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ ആരുടെ പേരിലാണ്? എംപ്ലോയറിന്റെ പേരിലാണ്. ഓക്കെ, അത് എന്നിട്ട് ആർക്ക് കൊടുക്കുകയാണ്? എംപ്ലോയി ആണ് അത് യൂസ് ചെയ്യുന്നത് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് സ്പെസിഫൈഡ് എംപ്ലോയീസിന് കിട്ടുമ്പോൾ മാത്രമേ ടാക്സബിൾ ആവുകയുള്ളൂ. അതായത് എല്ലാ എംപ്ലോയീസിനും ഈ ഒരു സിറ്റുവേഷനിൽ ടാക്സ് കൊടുക്കണ്ട, ഓൺലി സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇനി കണക്ഷൻ എംപ്ലോയിയുടെ പേരിലാണെങ്കിൽ, അല്ലെ, ഇപ്പൊ എന്റെ പേരിൽ വാട്ടറിന്റെ കണക്ഷനും ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനും ഒക്കെ എംപ്ലോയി ആയ എന്റെ പേരിലാണെങ്കിൽ, പക്ഷെ അതിന്റെ എക്സ്പെൻസസ് ഒക്കെ എടുക്കുന്നത് ആരാണ്? എംപ്ലോയർ ആണെങ്കിൽ അത് എല്ലാ എംപ്ലോയീസിനും, സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രമല്ല എല്ലാ എംപ്ലോയീസിനും ഇങ്ങനെ ഒരു പെർക്വിസൈറ്റ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ ടാക്സ് അടക്കണം, എല്ലാവർക്കും ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റ് ഫ്രീ സപ്ലൈ ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ അടുത്ത നോക്കി നോക്കാം, ഫ്രീ ഓർ കൺസെഷണൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, അല്ലെ, ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ കൺസെഷണൽ ചാർജിലോ ഒരു എംപ്ലോയിക്ക് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ടാക്സബിൾ, എങ്ങനെയാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, നോക്കാം. അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇവിടെ എംപ്ലോയറിന്റെ സ്വന്തം സ്കൂളിലാണോ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്ന് നോക്കുക. ഓക്കെ, എംപ്ലോയറിന്റെ സ്വന്തം സ്കൂളിലാണോ ഈ എംപ്ലോയിയുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിയർ ബൈ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എത്രയാണ് ആ ഒരു ക്ലാസ്സിനുള്ള ഫീസ് വാങ്ങുന്നത് എന്ന് നോക്കുക. ഇപ്പൊ ഞാനൊരു എംപ്ലോയർ ആണ്, എനിക്ക് സ്വന്തമായിട്ടൊരു സ്കൂൾ ഉണ്ട്. അപ്പോ എന്റെ എംപ്ലോയിയുടെ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്റെ സ്കൂളിൽ ഞാൻ ഫ്രീ ആയിട്ട് അഡ്മിഷൻ കൊടുത്തു. അതൊരു ടാക്സബിൾ പെർക്വിസൈറ്റ് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ എത്രയാണോ ഫീസ് വാങ്ങുന്നത് എന്ന് നോക്കുക. അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ. ഓക്കെ, പക്ഷെ അവിടെ ഒരു എക്സംഷൻ ഉണ്ട്. ഇപ്പോ എംപ്ലോയിയുടെ കുട്ടിക്ക് മാസം 1000 പെർ മന്ത് അതുവരെ ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, അതായത് പെർ ചൈൽഡിന് 1000 പെർ മന്ത്, അതായത് മാസം 1000 രൂപ വരെ ഉള്ളൂ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് വരുന്നത് എങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. 1000ന് 1000 മുകളിലേക്ക് പോവാണെങ്കിൽ മാത്രമാണ് അത് ടാക്സബിൾ ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ 1000 പെർ മന്ത് പെർ ചൈൽഡ് ഒരു കുട്ടിക്ക് കവിയുന്നില്ലെങ്കിൽ ടാക്സ് ഫ്രീ ആണത്.
അതിന് ടാക്സ് കൊടുക്കണ്ട. 1,000-നേക്കാളും എബോ ഒരു കുട്ടിക്ക് എന്താണ് എഡ്യൂക്കേഷൻ ചെലവുകൾ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സ്വന്തം സ്കൂളിലെ എംപ്ലോയീസിന്റെ കുട്ടിക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലോ ഒരു എംപ്ലോയർ അയാളുടെ എംപ്ലോയിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റി അയാളുടെ സ്ഥാപനത്തിലല്ല, അയാളുടെ സ്കൂളിലല്ല, പുറത്തുള്ള ഒരു സ്കൂളിലാണ് കൊടുക്കുന്നത് എങ്കിൽ അപ്പൊ എങ്ങനെയാണ് അതിന്റെ ടാക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? എംപ്ലോയറിന്റെ ഇവിടെ ശ്രദ്ധിക്കണം, എംപ്ലോയർ ഇവിടെ ഫീ ഡയറക്റ്റ് പേ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്കൂളിന്റെ ഫീസ് പേ ചെയ്യാണ് അല്ലെങ്കിൽ റീഇംബേഴ്സ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസിനും ഇതിന്റെ ഫുൾ എമൗണ്ടും ടാക്സബിൾ ആണ്. ഓക്കെ, ദെൻ ഇനി ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത അല്ലെ, ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തവർ, അതായത് എംപ്ലോയിയുടെ ചിൽഡ്രൻ വേണ്ടിയിട്ടുള്ള ഫ്രീ എഡ്യൂക്കേഷൻ അല്ല കൊടുക്കുന്നത്. ഇപ്പോ ഒരു എംപ്ലോയറിന്റെ അതായത് ഇപ്പോ നമ്മൾ നേരത്തെ രണ്ടാമത്തെ കേസിൽ പറയുന്നത് എന്താണ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ടാക്സ് കാൽക്കുലേഷൻ നടത്തുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തുക? എംപ്ലോയർ ഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ ഈ ഫീസ് സ്കൂൾ എഡ്യൂക്കേഷൻ ഫീസ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫുൾ എമൗണ്ടും ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. ദെൻ ഇനി വേറൊരു മൂന്നാമത്തെ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത, അതായത് ഈ എംപ്ലോയിയുടെ ചിൽഡ്രൻസ് അല്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രമാണ് ഇത് ടാക്സബിൾ ആവുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എംപ്ലോയിയുടെ റിലേറ്റീവിന്റെ മോന് വേണ്ടിയിട്ട് ആ എംപ്ലോയർ എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. അതും എംപ്ലോയറിന്റെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടില് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്രയാണോ ഫീസ് കൊടുക്കുന്നത് അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ. ഇനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഇതുപോലെ സ്വന്തം കുട്ടികളല്ലാത്ത മറ്റു കുട്ടികൾക്ക്, അതായത് എംപ്ലോയിയുടെ റിലേറ്റീവ് ആയിട്ടുള്ള മറ്റു കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിൽ എത്രയാണോ എംപ്ലോയർ ഈ എഡ്യൂക്കേഷൻ ഫെസിലിറ്റിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുള്ള ആക്ച്വൽ എമൗണ്ട് അത് ടാക്സബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഒരു കേസ് സ്വന്തം കുട്ടികളല്ലെങ്കിൽ അത് സ്പെസിഫൈഡ് എംപ്ലോയിക്ക് മാത്രമാണ് ടാക്സബിൾ ആവുന്നത്. നോൺ സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ റിലേറ്റീവിന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നോൺ സ്പെസിഫൈഡ് എംപ്ലോയി അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എംപ്ലോയീസിന് എന്തെങ്കിലും ചെലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടാക്സബിൾ വാല്യൂവിൽ നിന്ന് കുറക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത നോക്കി നോക്കാം, ഫ്രീ സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ ഓർ പേഴ്സണൽ അറ്റൻഡന്റ് അല്ലെ. ഇപ്പൊ ഇവിടെ എന്താണ്, നമ്മളിവിടെ ഫ്രീ ആയിട്ട് എംപ്ലോയിക്ക് ഇതുപോലെയുള്ള സെർവൻസിനെ കൊടുക്കുക അല്ലെ, അതായത് വാച്ച്മാൻ, സ്വീപ്പർ, അതുപോലെ ഗാർഡനർ പോലെയുള്ള സെർവൻസിനെ പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു ഇതൊക്കെ സ്പെസിഫൈഡ് എംപ്ലോയിക്ക് കിട്ടുമ്പോൾ മാത്രമാണ് കേട്ടോ ഇതൊക്കെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ദെൻ ഇവിടെ ഒന്നാമത്തെ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കേസാണ് എംപ്ലോയർ അപ്പോയിന്റ്സ് ആൻഡ് പേ സെർവന്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വാച്ച്മാനെയും അതുപോലെ തന്നെ സ്വീപ്പറിനെ ഒക്കെ എംപ്ലോയർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയർ അപ്പോയിന്റ് ചെയ്യാണ്. ആർക്ക് വേണ്ടിയിട്ട്? എംപ്ലോയിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നതും ആരാണ്? എംപ്ലോയർ ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? എംപ്ലോയർ ഈ ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ ആക്ച്വലി പേ ചെയ്തിട്ടുള്ളത് അല്ലെ, അല്ലെങ്കിൽ ആക്ച്വൽ സാലറി, ഈ സെർവൻസിന് കൊടുക്കുന്ന ആക്ച്വൽ സാലറി എത്രയാണോ അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഇത് ശ്രദ്ധിക്കണം, ഈ ഒരു ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടത് സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രമാണ്. സ്പെസിഫൈഡ് എംപ്ലോയീസിന് ഇതുപോലെയുള്ള ഫെസിലിറ്റീസ് എംപ്ലോയർ കൊടുക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ദെൻ പിന്നെ ഇവിടെ ഈ ഗാർഡൻ, അതുപോലെ തന്നെ ഗാർഡന്റെ മെയിൻ്റനൻസ്, പൂളിന്റെ മെയിൻ്റനൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടൊന്നും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ പറയുന്നത്
ഫ്രീ ആയിട്ട് സ്വീപ്പറിനെയോ വാച്ച്മാനെയോ ഗാർഡനറിനെയോ അല്ലെങ്കിൽ പേഴ്സണൽ അറ്റൻഡന്റിനെയോ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തെ കേസിൽ പറയുന്നത് എന്താണ്? എംപ്ലോയർ ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് എന്താണ് സ്വീപ്പറിനെയും അതുപോലെ തന്നെ കുക്ക് വാച്ച്മാനെയും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയും അതിന്റെ പേയ്മെന്റ് എംപ്ലോയർ എടുക്കുകയും ചെയ്യുന്ന കേസാണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കി നോക്കാം. എംപ്ലോയി ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇതിന്റെ എക്സ്പെൻസസ് ഒക്കെ പേ ചെയ്യുന്നത് ആരാണ്? എംപ്ലോയർ ആണ്. അപ്പൊ ഇത് എന്താണ്? ഇതിന്റെ ഫുൾ എമൗണ്ടും ടാക്സബിൾ ആണ്. പക്ഷേ ഇത് എല്ലാ എംപ്ലോയീസിനും ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രമല്ല എല്ലാ എംപ്ലോയീസിനും ടാക്സ് കൊടുക്കണം. പക്ഷെ ഇവിടെ എംപ്ലോയർ ഡയറക്റ്റ് ആയിട്ട് ഒരു സ്വീപ്പറിനെ അല്ലെങ്കിൽ ഒരു കുക്കിനെ ഒക്കെ ഡയറക്റ്റ് അപ്പോയിന്റ് ചെയ്ത് അതിന്റെ ഫീസ് അതിന്റെ അവർക്കുള്ള സാലറിയും എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പോയിന്റുകൾ നമുക്ക് ഒന്നും കൂടെ ഷോർട്ട് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഡ്ജിങ് ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റെന്റ് ഫ്രീ ഹൗസിന്റെ പോലെ തന്നെ കാൽക്കുലേഷൻ നടത്തുക. എല്ലാവർക്കും ടാക്സബിൾ ആയിട്ടുള്ള ഒരു പെർക്വിസൈറ്റ് ആണ്. ഫ്രീ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയിക്ക് ഫ്രീ ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എമൗണ്ട് പെയ്ഡ് ബൈ ദി എംപ്ലോയർ, അതുപോലെ തന്നെ എമൗണ്ട് സ്പെൻഡ് ബൈ മൈനസ് എമൗണ്ട് സ്പെൻഡ് ബൈ ദി എംപ്ലോയി. ദെൻ അതുപോലെ തന്നെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്വന്തം ഓണർഷിപ്പിലുള്ള അല്ലെങ്കിൽ സ്വന്തം സപ്ലൈ എംപ്ലോയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുക, അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ. ഇനി അതല്ലെങ്കിൽ അതർ ഏജൻസി വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ആക്ച്വൽ ബിൽ എമൗണ്ട് എത്രയാണോ അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ. ദെൻ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ₹1000 പെർ മന്ത് ഒരു കുട്ടിക്ക് ടാക്സ് ഫ്രീ ആണ്. അതിനേക്കാളും എബോ എഡ്യൂക്കേഷൻ കോസ്റ്റ് വരികയാണെങ്കിലാണ് എന്ത് അത് ടാക്സബിൾ ആവുന്നത്. ദെൻ സെർവൻസിന്റെ കേസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അപ്പൊ ഇതുവരെ നമ്മൾ സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള പെർക്വിസൈറ്റ്സിന് ടാക്സ് കൊടുക്കേണ്ട പെർക്വിസൈറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് പെർക്വിസൈറ്റ്സ്. ഇനി താഴെ പറയുന്ന കുറച്ച് പെർക്വിസൈറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് എംപ്ലോയി എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കുറച്ച് പെർക്വിസൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റി. ഇപ്പൊ മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു എംപ്ലോയറിന്റെ സ്വന്തം ഹോസ്പിറ്റൽ ആണെങ്കിൽ സ്വന്തം ഹോസ്പിറ്റലില് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു എംപ്ലോയർ സ്വന്തമായിട്ട് ഹോസ്പിറ്റലോ ക്ലിനിക്കോ അല്ലെങ്കിൽ ഡിസ്പെൻസറി ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയിക്ക് ഫ്രീ ആയിട്ട് മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയിക്കോ അയാളുടെ ഫാമിലിക്കോ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് എന്താണ്? ഒരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസൈറ്റ് ആണ്. അതിന് ടാക്സ് എംപ്ലോയി കൊടുക്കണ്ട. ദെൻ ഇന്ത്യയിലുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇന്ത്യയിലുള്ള ട്രീറ്റ്മെന്റിന് തന്നെ എന്താണ്? ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ഒക്കെ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ അതിന് ടാക്സ് ഇല്ല അല്ലെ. അപ്പൊ അതായത് ഇപ്പോ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹോസ്പിറ്റലിലോ ഇന്ത്യയിലുള്ള ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ എക്സ്പെൻസസ് മൊത്തം എംപ്ലോയർ വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. ദെൻ പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് റൂൾ 3A കുറച്ച് ഡിസീസസ് പറയുന്നുണ്ട്, അസുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് ഉണ്ട്, അപ്പൊ അതിന് ഈ എംപ്ലോയർ ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുകയാണ്. അതായത് ഇപ്പോ ഒരു അപ്രൂവ്ഡ് ഹോസ്പിറ്റലില് ഈ റൂൾ 3A പറയുന്ന എന്തെങ്കിലും അസുഖം ഈ എംപ്ലോയിക്ക് ഉണ്ടെങ്കിൽ അതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ഈ എംപ്ലോയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. പക്ഷെ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഹോസ്പിറ്റലിന്റെ സർട്ടിഫിക്കറ്റ് വേണം, അതോടൊപ്പം തന്നെ അതിന്റെ ചെലവായിട്ടുള്ള ബില്ല് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ദെൻ ഇനി ഒരു എംപ്ലോയിക്ക് ഇന്ത്യയിലുള്ള ഒരു എംപ്ലോയിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അല്ലെ, അതായത് എംപ്ലോയിയുടെ മെഡിക്കൽ ഇൻഷുറൻസ്
പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസൈറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ഇനി എന്താ നമ്മുടെ ഇൻഷുറൻസ്, എംപ്ലോയിയുടെ ഇൻഷുറൻസ് എംപ്ലോയി തന്നെയാണ് പേ ചെയ്യുന്നത്, പിന്നീട് അത് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് വാങ്ങും. അങ്ങനെയാണെങ്കിലോ, അതായത് എംപ്ലോയി പേ ചെയ്ത ഇൻഷുറൻസ് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യുകയാണെങ്കിൽ, അഥവാ ആ ചെലവായിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ തുക ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്? എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതും ടാക്സ് ഫ്രീ ആണ്. അപ്പൊ ഇന്ത്യക്കുള്ളിൽ ഒരു എംപ്ലോയിക്ക് ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു പെർക്വിസൈറ്റ് ആണത്. ദെൻ ഇനി ഒരു എംപ്ലോയർ തന്റെ എംപ്ലോയിയുടെ മെഡിക്കൽ ഫെസിലിറ്റി ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണെങ്കിലോ, ഇന്ത്യക്ക് പുറത്താണ് ഈ മെഡിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ റൂൾ എന്താണ്? അതും ടാക്സ് ഫ്രീ ആണ്, പക്ഷെ അതിന് കുറച്ച് ലിമിറ്റ് ഉണ്ട് അല്ലെ. അതായത് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻസ് RBI അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിക്കുന്ന ഒരു പരിധി വരെ ടാക്സ് ഫ്രീ ആണ്. ആ പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ പേഷ്യന്റിന് എന്ത് ചെയ്യേണ്ടി വരും? താമസിക്കേണ്ടി വരും അല്ലെ. പേഷ്യന്റിന്റെ കൂടെ ഒരു അറ്റൻഡന്റ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ ഇവർക്ക് രണ്ടുപേർക്കും സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ എംപ്ലോയർ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോകുമ്പോൾ അതിനെ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അതിനുള്ള ഫെസിലിറ്റിയും എംപ്ലോയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ടാക്സ് ഫ്രീ ആണ്. പക്ഷേ RBI ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് വരെ ടാക്സ് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആവും. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ട്രാവൽ എക്സ്പെൻസസ് അല്ലെ. ട്രാവൽ എക്സ്പെൻസസ് കേസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു എംപ്ലോയിയുടെ സാലറി അല്ലെ അല്ലെങ്കിൽ അയാളുടെ ഇൻകം 2 lakhിനേക്കാളും കുറവാണ്, 2 lakhോ അല്ലെങ്കിൽ 2 lakhിനേക്കാളോ കുറവാണ് എങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. ഇനി 2 lakhിനേക്കാളും കൂടുതലാണ് എങ്കിൽ എന്താ ഇൻകം കിട്ടുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ട്രാവൽ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫാമിലി മെമ്പേഴ്സിനോ എംപ്ലോയിക്കോ കിട്ടുന്ന മെഡിക്കൽ ഫെസിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് ഫ്രീ ആവുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ളത് കൊണ്ട് ആരൊക്കെ അതിൽ വരും? അതായത് സ്പൗസ് അല്ലെങ്കിൽ ചിൽഡ്രൻ അല്ലെ. സ്പൗസോ ചിൽഡ്രനോ, അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് പാരന്റ്സ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇതൊക്കെ വരും. ഇവർക്ക് ആർക്കെങ്കിലും ഈ എംപ്ലോയിയുടെ സിസ്റ്ററിന് വേണ്ടിയിട്ടോ ഡിപ്പെൻഡന്റ് പാരന്റിന് വേണ്ടിയിട്ടൊക്കെ മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. ഓക്കെ. ദെൻ രണ്ടാമത്തതാണ് എന്ത്? രണ്ടാമത്തെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മുടെ ഫെസിലിറ്റി ടു റിഫ്രഷ്മെന്റ് അല്ലെ. അതായത് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഫീസ് സമയത്ത് ടീ ഓർ കോഫി ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫീസ് പ്ലേസിലെ എന്തെങ്കിലും ഓഫീസ് ഹവേഴ്സിൽ ഈ എംപ്ലോയിക്ക് ഒരു റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി ടീ ഓർ കോഫി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു പെർക്വിസൈറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓർ കൺവേയൻസ് അല്ലെ. അതായത് എന്താണ്? ഇപ്പോ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കോ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആര് ഒരുക്കി കൊടുക്കുകയാണ്? എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ റെയിൽവേക്കൊക്കെ പോവാണെങ്കിൽ ഫ്രീ ആയിട്ട് പാസ് കൊടുക്കുകയാണെങ്കിൽ, അതായത് അവിടെ ശ്രദ്ധിക്കണം, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരാനും ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തിരികെ പോവാനുമുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുക്കുമ്പോൾ മാത്രമാണ് എന്താവുന്നത്? ഇതൊരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസൈറ്റ് ആവുന്നത്. ദെൻ അതുപോലെ തന്നെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അല്ലെ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, അതായത് ഇപ്പൊ ഇവിടെ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പെൻഷൻ ഫണ്ടിലോ അല്ലെങ്കിൽ ആനുവിറ്റി ഫണ്ടിലോ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഫണ്ടിലോ എന്തെങ്കിലും ഒക്കെ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതെന്താണ്? ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു പെർക്വിസൈറ്റ് ആണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂസ് ഓഫ് ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ, എംപ്ലോയറിന്റെ കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് എംപ്ലോയി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്? ഒരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസൈറ്റ് ആണ്. ദെൻ എന്റർടൈൻമെന്റ് ഫെസിലിറ്റി അല്ലെ. ഫെസിലിറ്റി ഓഫ് എന്റർടൈൻമെന്റ്, അതായത് എല്ലാ എംപ്ലോയീസിനും ഒരുമിച്ച് എന്റർടൈൻമെന്റ് ഫെസിലിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്.
നേരെ മറിച്ച് ഓരോരോ വ്യക്തികൾക്ക് ഒരു സ്പെഷ്യൽ എന്റർടൈൻമെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽ ആയിട്ട് എന്റർടൈൻമെന്റ് ഫെസിലിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. എല്ലാവർക്കും, എല്ലാ എംപ്ലോയീസിനും ഒരേപോലെ എന്റർടൈൻമെന്റ് ഫെസിലിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കി നോക്കാം, റിമോട്ട് ഏരിയ അക്കോമഡേഷൻ ഇൻ റിമോട്ട് ഏരിയ. അവിടെ എന്താ പറയുന്നത്? ഇപ്പൊ നമ്മള് മൈനിങ്, അതുപോലെ തന്നെ ഓയിൽ സൈറ്റ്, റിമോട്ട് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ട് എംപ്ലോയർ അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്യൂസൈറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ പെർക്യൂസൈറ്റ്സ് അല്ലെ, ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഒരു എംപ്ലോയിക്ക്, ഇന്ത്യക്ക് പുറത്ത് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന പെർക്യൂസൈറ്റ്സ് ഒക്കെ ഇന്ത്യയിൽ അതിന് ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, ടാക്സ് ഫ്രീ ആണ്. അതായത് എംപ്ലോയർ ഇന്ത്യൻ ഗവൺമെന്റ് എംപ്ലോയീസിന് അബ്രോഡിൽ എന്തെങ്കിലും പെർക്യൂസൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ അതുപോലെ തന്നെ അടുത്തത് നോക്കി നോക്കാം, ഫെസിലിറ്റി ഓഫ് ടെലിഫോൺ അല്ലെ. ടെലിഫോൺ എന്താണ്? എംപ്ലോയർ എന്ത് ചെയ്യാണ്? എംപ്ലോയിയുടെ ഫോണിന്റെ ബില്ല് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ യൂസ് ആണ്. എംപ്ലോയിയുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഫോൺ ബില്ലാണെങ്കിൽ പോലും അതിന് എന്ത് കൊടുക്കേണ്ട? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ അതുപോലെ തന്നെ ട്രെയിനിങ് ഓർ റിഫ്രഷർ കോഴ്സ് അല്ലെ, ഫെസിലിറ്റി ഓഫ് ട്രെയിനിങ് ഓർ റിഫ്രഷർ കോഴ്സ് അല്ലെ. ഇപ്പൊ ഇവിടെ എന്താണ്? എംപ്ലോയിയുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് എന്താണ് കുറച്ച് റിഫ്രഷർ കോഴ്സസോ അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്യൂസൈറ്റ് ആണ്. ദെൻ അടുത്തത് നോക്കി നോക്കാം, പേയ്മെന്റ് ഓഫ് ആക്സിഡന്റൽ ഇൻഷുറൻസ് പ്രീമിയം. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അതിന്റെ പേയ്മെന്റ് അടക്കുന്നത് എംപ്ലോയർ ആണെങ്കിൽ അതൊരു ടാക്സ് ഫ്രീ പെർക്യൂസൈറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എന്താണ്? ഒരു ടാക്സ്. ഓക്കെ, അടുത്ത ഭാഗമാണ് ടാക്സ് ഫ്രീ പെർക്യൂസൈറ്റ്സ്. ഇതുവരെ നമ്മൾ എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആവുന്ന പെർക്യൂസൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സ് കൊടുക്കേണ്ട കുറച്ച് പെർക്യൂസൈറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്യൂസൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ താഴെ പറയുന്ന പെർക്യൂസൈറ്റ്സ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു എംപ്ലോയിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണ്ട. അങ്ങനെയുള്ള കുറച്ച് പെർക്യൂസൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ് ആണ് മെഡിക്കൽ ഫെസിലിറ്റി അല്ലെ. മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഒരു എംപ്ലോയിക്ക് എന്ത് കൊടുക്കുകയാണ്? ഫ്രീ ആയിട്ട് മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുകയാണ്. അതൊരു പെർക്യൂസൈറ്റ് ആണ്, പക്ഷെ അതിന് എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നോക്കി നോക്കാം. ഒരു എംപ്ലോയറിന്റെ സ്വന്തം ഹോസ്പിറ്റലില് എംപ്ലോയിക്ക് അല്ലെങ്കിൽ അയാളുടെ ഫാമിലി മെമ്പേഴ്സിനോ മെഡിക്കൽ ഫെസിലിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു പെർക്യൂസൈറ്റ് ആണ്. കംപ്ലീറ്റ് ആയിട്ടും ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്യൂസൈറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു എംപ്ലോയിക്ക് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ഹോസ്പിറ്റലിലോ ഫ്രീ ആയിട്ട് മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും അത് ടാക്സ് അടക്കേണ്ട, ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു പെർക്യൂസൈറ്റ് ആണ്. Then അതുപോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ്, ദാറ്റ് മീൻസ് റൂൾ 3A കുറച്ച് ഡിസീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്യാൻസർ പോലെയുള്ള കുറച്ച് അസുഖങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ റൂൾ 3A പറയുന്ന ഒരു അസുഖമുള്ള ഒരു എംപ്ലോയിക്ക് അപ്രൂവ്ഡ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഫെസിലിറ്റി എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഹോസ്പിറ്റലിന്റെ സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ ബില്ല് അറ്റാച്ച് ചെയ്യണം. ഈ ഹോസ്പിറ്റൽ ചെലവ് എത്രയാണെന്നും അതിന് എംപ്ലോയർ എത്ര രൂപയുടെ ചെലവാണ് വഹിച്ചിട്ടുള്ളതിന്റെയും ബില്ല് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, എംപ്ലോയറിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് പേ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതും ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്യൂസൈറ്റ് ആണ്. ഇനി അഥവാ എംപ്ലോയി ടാക്സ്, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പേയ്മെന്റ് എംപ്ലോയി ആണ് അടക്കുന്നത്, പക്ഷെ പിന്നീട് ഇത് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കും, റീഇംബേഴ്സ് ചെയ്യും. അങ്ങനെയാണെങ്കിലും അതും ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു പെർക്യൂസൈറ്റ് ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ ഫെസിലിറ്റി ഇന്ത്യക്ക് ഉള്ളിൽ നൽകുമ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്.
അപ്പോ ഒരു എംപ്ലോയിക്ക് മെഡിക്കൽ ഫെസിലിറ്റി ഫ്രീ ആയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഫ്രീ ആണ്, പക്ഷെ അതിന് കുറച്ച് ലിമിറ്റ് ഉണ്ട്. അതായത് ഇപ്പോ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ഇന്ത്യക്ക് പുറത്ത് ഒരു എംപ്ലോയിക്ക് ട്രീറ്റ്മെന്റ് എക്സ്പെൻസസ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ, എംപ്ലോയിയുടെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസസ് എംപ്ലോയർ പേ ചെയ്യാണ്, ഇന്ത്യക്ക് പുറത്താണ് ഹോസ്പിറ്റൽ എങ്കിൽ അത് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുവരെ ടാക്സ് ഫ്രീ ആണ്. ഇനി നമുക്കറിയാം ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്തുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. സോ പേഷ്യന്റിന് അവിടെ താമസിക്കേണ്ടി വരും. പേഷ്യന്റിന്റെ കൂടെ ഒരു അറ്റൻഡന്റ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള സ്റ്റേ ചെയ്യാനുള്ള എക്സ്പെൻസസ് ടാക്സ് ഫ്രീ ആണ്. അതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അതുവരെ ടാക്സ് ഫ്രീ ആണ്. ദെൻ അടുത്തത് ട്രാവൽ എക്സ്പെൻസ്. നമുക്കിപ്പോ മെഡിക്കൽ സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയി ഇപ്പോ ഇന്ത്യക്ക് പുറത്ത് ഉള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അവിടെ ട്രാവൽ എക്സ്പെൻസസ് വരുമല്ലോ അല്ലെ. അതും എന്താണ്, എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസൈറ്റ് ആണ്. പക്ഷെ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ട്രാവൽ എക്സ്പെൻസ് ടാക്സ് ഫ്രീ ആവണമെങ്കിൽ ഒരു എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakhനേക്കാളും കുറവാവണം. 2 lakhോ 2 lakhനേക്കാൾ കുറവോ ആവുകയാണെങ്കിൽ മാത്രമാണ് ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ട്രാവൽ എക്സ്പെൻസസിന് ടാക്സ് ഫ്രീ കിട്ടുള്ളൂ. ദെൻ 2 lakhനേക്കാളും കൂടുതലാണ് ഒരു എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ അത് ഒരു ടാക്സബിൾ പെർക്വിസൈറ്റ് ആയിട്ട് ഈ ട്രാവൽ എക്സ്പെൻസിനെ നമ്മൾ കാണേണ്ടി വരും. ദെൻ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഫാമിലി എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞല്ലോ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ടോ അയാളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടോ മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുമ്പോൾ അത് ഫ്രീ ആയിട്ടുള്ള പെർക്വിസൈറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആരൊക്കെയാണ് ഈ ഫാമിലിയിൽ വരുന്നത്? എംപ്ലോയിയുടെ സ്പൗസ്, അല്ലെങ്കിൽ അയാളുടെ ചിൽഡ്രൻ, അതല്ലെങ്കിൽ അയാളുടെ ഡിപ്പെൻഡന്റ് പാരന്റ് ആവാം, അതല്ലെങ്കിൽ അയാളുടെ ബ്രദേഴ്സ് ആവാം, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആവാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്ത നോക്കി നോക്കാം, ഫെസിലിറ്റി ടു റിഫ്രഷ്മെന്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസ് ഹവേഴ്സിൽ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് റിഫ്രഷ്മെന്റ് ഫ്രീ ആയിട്ട് ടീ ഓർ കോഫി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസൈറ്റ് ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കാം, ട്രാൻസ്പോർട്ട് കൺവേയൻസ് അല്ലെ. അതായത് ഇപ്പോ ഓഫീസിൽ നിന്ന് ഹോമിലേക്കും ഹോമിൽ നിന്ന് ഓഫീസിലേക്കുമുള്ള ട്രാവൽ എക്സ്പെൻസസ് പേ ചെയ്യുന്നത് ആരാണ്? എംപ്ലോയർ ആണ് എങ്കിൽ, അതായത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് ഹോമിലേക്കും ഹോമിൽ നിന്ന് ഓഫീസിലേക്കുമുള്ള ട്രാവൽ എക്സ്പെൻസസ് പേ ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിൽ അതും ഒരു ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ് ആണ്. അടുത്തത് നമുക്ക് നോക്കി നോക്കാം, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ ഗ്രൂപ്പ് ഇൻഷുറൻസ്, പെൻഷന്, ആന്വിറ്റി പോലെയുള്ള കോൺട്രിബ്യൂഷൻ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫണ്ടുകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്സ് ആണ്. നമ്മൾ അടുത്തത് നോക്കി നോക്കാം, യൂസ് ഓഫ് ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ ഓഫ് എ എംപ്ലോയി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംപ്ലോയറിന്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആര് യൂസ് ചെയ്യാണ്? എംപ്ലോയി യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ് ആണ്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ഫെസിലിറ്റി അല്ലെ. അതായത് ഒരു എംപ്ലോയർ അയാളുടെ കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസിനും ഒരേപോലെയുള്ള എന്റർടൈൻമെന്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ് ആണ് അല്ലെ. ഇനിയിപ്പോ ചില എംപ്ലോയീസിന് മാത്രം ചില എന്റർടൈൻമെന്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ എംപ്ലോയിക്ക് ടാക്സബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ റിമോട്ട് ഏരിയ അക്കോമഡേഷൻ. ചില എംപ്ലോയീസ് ചില റിമോട്ട് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ അക്കോമഡേഷൻ ഫെസിലിറ്റി എംപ്ലോയിക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന അക്കോമഡേഷൻ എന്താണ്? ടാക്സ് ഫ്രീ അക്കോമഡേഷൻ ആണ്. അടുത്തത് നോക്കി നോക്കാം, ഔട്ട്സൈഡ് ഇന്ത്യ പെർക്വിസൈറ്റ്സ്. ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു ഗവൺമെന്റ്
ചില എംപ്ലോയീസിന് ഇന്ത്യക്ക് പുറത്ത് കുറച്ച് പെർക്വിസൈറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. അതിന് അതായത് ഒരു എംപ്ലോയിക്ക് ഇന്ത്യക്ക് പുറത്ത് കിട്ടുന്ന പെർക്വിസൈറ്റിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസൈറ്റ് ആണ്. അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കാം, ടെലിഫോൺ ഫെസിലിറ്റി. ഒരു എംപ്ലോയിയുടെ മൊബൈൽ റീചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ ടെലിഫോൺ ബില്ല് അടയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഈ ടെലിഫോണ് ഇയാളുടെ പേഴ്സണൽ യൂസിനായിരിക്കാം യൂസ് ചെയ്യുന്നത് എങ്കിൽ പോലും അതൊരു ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ് ആണ്. അതുപോലെ തന്നെ അടുത്ത നോക്കാം, ഫെസിലിറ്റി ഓഫ് റിഫ്രഷർ കോഴ്സ് ഓർ ട്രെയിനിങ് അല്ലെ. അതായത് ഇപ്പോ എംപ്ലോയിയുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ് ആണ്. ആക്സിഡന്റ് ഇൻഷുറൻസ്, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അതും ഒരു ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ് ആണ്. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി അല്ലെ. എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയുടെ കേസ് വരുന്നത് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ₹1000 പെർ മന്തിനേക്കാളും കുറവാണ് എങ്കിൽ, 1000 പെർ മന്ത് വരെയാണെങ്കിൽ, 1000 പെർ മന്ത് വരെയാണെങ്കിൽ അത് ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ് ആണ്. അതിനേക്കാളും ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ₹1000 മുകളിലാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ₹1000 പെർ മന്ത് വരെ ടാക്സ് ഫ്രീ ആണ്. അടുത്ത നോക്കി നോക്കാം, ഒരു എംപ്ലോയിയുടെ നോൺ മോണിറ്ററി പെർക്വിസൈറ്റ്സിന്റെ ടാക്സ് അത് ആരടക്കുകയാണ്? എംപ്ലോയർ അടക്കുകയാണ് അല്ലെ. അതൊരു പെർക്വിസൈറ്റ് ആണ്, പക്ഷെ അതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കാം, ലീവ് ട്രാവൽ കൺസെഷൻ അല്ലെ. ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ലീവ് എടുത്തിട്ട്, അതായത് എംപ്ലോയിക്ക് ട്രാവൽ ചെയ്യാൻ കൊടുക്കുന്ന എമൗണ്ട് അല്ലെ. അതായത് നമ്മളിപ്പോ ഇന്ത്യയില് ലീവ് എടുത്തിട്ട് ഇന്ത്യക്ക് ഉള്ളിൽ യാത്ര പോവാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവെടുക്കുന്നത് എംപ്ലോയർ ആണെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ കണ്ടീഷൻ? നമ്മൾ ലീവിന്റെ സമയത്ത് ഇന്ത്യക്കകത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ യാത്ര ചെയ്യാനുള്ള അനുമതി. അങ്ങനെ ഇന്ത്യക്കകത്ത് മാത്രം യാത്ര ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ടാക്സ് കൺസെഷൻ കിട്ടുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കാം, ലീവ് എടുത്ത് നമ്മളിപ്പോ ഒരു വെക്കേഷൻ ട്രിപ്പ് പോവാണ്, അതല്ലെങ്കിൽ നമ്മൾ റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷവും നമ്മൾ ട്രാവൽ പോവാണ്. ഇത് രണ്ടും എന്താണ്? നമുക്ക് ലീവ് ട്രാവൽ കൺസെഷൻ ആയിട്ട് കിട്ടുന്ന ഒരു പെർക്വിസൈറ്റ് ആണ്. അപ്പൊ അതായത് എംപ്ലോയി ലീവ് എടുത്തിട്ട് ഫാമിലിയുടെ കൂടെ, അതായത് ഫാമിലി എന്ന് പറയുമ്പോൾ സ്പൗസ് ആവാം, ചിൽഡ്രന്റെ കേസിൽ മാക്സിമം 2 ചിൽഡ്രൻ വരെ കേട്ടോ. മൂന്നാമത്തെ ചിൽഡ്രന് വരുന്ന എക്സ്പെൻസ് ടാക്സബിൾ ആയിരിക്കും. മാക്സിമം 2 ചിൽഡ്രൻ. അതുപോലെ തന്നെ ഈ കുട്ടികളെ 1998 ശേഷം ജനിച്ച കുട്ടികളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് പാരന്റോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ, ഇതൊക്കെയാണ് ഫാമിലി എന്നുള്ള ആ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലീവ് ട്രാവൽ കൺസെഷൻ കൊടുക്കുമ്പോൾ ഫുൾ എമൗണ്ട്, ഇപ്പൊ ഒരു എംപ്ലോയർ ഇപ്പോ ഒരു 10,000 രൂപ ലീവ് ട്രാവൽ കൺസെഷൻ ആയിട്ട് കൊടുത്തു. ഇത് ഫുൾ എമൗണ്ടും ടാക്സ് ഫ്രീ അല്ല. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ട്രാവൽ ഫെയർ മാത്രം ട്രാവൽ എക്സ്പെൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ടാക്സ് ഫ്രീ ആവുന്നുള്ളൂ. ഇപ്പൊ ഒരു ഫ്ലൈറ്റിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അതിലെ എക്കണോമിക് ക്ലാസിന്റെ ഫെയർ എത്രയാണ് നോക്കി നോക്കാം. അതുവരെ എന്തുള്ളൂ? ടാക്സ് ഫ്രീ ഉള്ളൂ. ഇനി നമ്മളൊരു ട്രെയിൻ വഴിയാണ് എന്നുണ്ടെങ്കിൽ AC ഫസ്റ്റ് ക്ലാസ് അതിന്റെ ഫെയർ എത്രയാണെന്ന് നോക്കുക. അതുവരെ നമുക്ക് എക്സെപ്ഷൻ അല്ലെങ്കിൽ ടാക്സ് ഫ്രീ കിട്ടും. ഇനി ബസ്സിലാണ് എന്നുണ്ടെങ്കിൽ ബസ്സിലെ ഡിലക്സ് ഫെയർ എത്രയാണ് നോക്കുക. അതുവരെ നമുക്ക് ടാക്സ് ഫ്രീ കിട്ടും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ടായിരിക്കും, ഫുഡ് വാങ്ങണം, അതുപോലെ തന്നെ ഷോപ്പിംഗ്, ഇതിനുള്ള എക്സ്പെൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റൂല. ഓൺലി നമുക്ക് ഫെയർ മാത്രം അല്ലെ. അതായത് ബസ്സിലാണെങ്കിൽ ബസ് ഫെയർ മാത്രം, ട്രെയിനിലാണെങ്കിൽ ട്രെയിൻ ഫെയർ മാത്രം, എയർവേ ആണെങ്കിൽ എയർവേ ഫെയർ മാത്രം. ഓക്കെ, നമുക്കിപ്പോ അതുപോലെ തന്നെ നമുക്ക് 4 വർഷത്തില് 2 വട്ടം ഇതുപോലെ ലീവ് ട്രാവൽ കൺസെഷൻ കിട്ടും. അതായത് നമുക്ക് 2 തവണ മാത്രം യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഒരു എക്സെപ്ഷൻ നമുക്ക് കിട്ടുക.
ഓക്കെ, അപ്പൊ ഇവിടത്തെ കണ്ടീഷൻ ലീവ് ട്രാവൽ കൺസെഷനിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇന്ത്യയിൽ മാത്രമുള്ള ട്രാവൽ ആയിരിക്കണം. പിന്നെ ആക്ച്വലി യാത്ര ചെയ്തിരിക്കണം കേട്ടോ, ആക്ച്വൽ എക്സ്പെൻസസ് മാത്രമാണ് എക്സെപ്റ്റഡ് ആവുന്നത്. ഇപ്പൊ ജേണി അഥവാ ഒരാള് അലവൻസ് വാങ്ങി അഥവാ ലീവ് ട്രാവൽ കൺസെഷൻ വാങ്ങി, പക്ഷെ അയാൾ യാത്ര ചെയ്തില്ല, അങ്ങനെയാണെങ്കിലോ അപ്പൊ ആ എമൗണ്ട് മൊത്തം ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് ഒരു 30,000 രൂപ അയാളുടെ കമ്പനി ലീവ് ട്രാവൽ കൺസെഷൻ ആയിട്ട് കൊടുത്തു. അപ്പോൾ അയാൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് ഒരു 20,000 രൂപ ചെലവ് വന്നു. അപ്പൊ അയാൾ ഹോട്ടലിൽ താമസിക്കാൻ അയാൾക്ക് 10,000 രൂപയും ചെലവ് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇയാൾക്ക് എത്ര മാത്രമാണ് ടാക്സ് ഫ്രീ ആവുന്നത്? എത്രയാണ് അയാൾക്ക് യാത്ര പോവാൻ ചെലവായിട്ടുള്ള ഫ്ലൈറ്റ് ചാർജ് വരുന്നത്? 20,000. അത് മാത്രമേ ടാക്സ് ഫ്രീ ആവുള്ളൂ. ബാക്കിയുള്ള 10,000-ന് അയാൾ ടാക്സ് കൊടുക്കണം. മൊത്തം 30,000 ആണ് കൊടുത്തത്, അതില് 20,000 രൂപയെ മാത്രമേ ആയിട്ടുള്ള അയാൾക്ക് യാത്ര ചെയ്യാൻ, അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ. ഇപ്പൊ ലീവ് ട്രാവൽ കൺസെഷനിൽ ഒരിക്കലും നമ്മള് സ്റ്റേ അല്ലെങ്കിൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്തതിന്റെയോ ഫുഡ് കഴിച്ചതിന്റെ എക്സ്പെൻസ് ഒന്നും ഉൾപ്പെടില്ല. അതൊക്കെ ടാക്സബിൾ ആണ്. ഓൺലി നമുക്ക് എത്രയാണ് യാത്ര ചെയ്യാൻ വേണ്ട ചെലവ്, അത് മാത്രമാണ് ടാക്സ് ഫ്രീ ആവുന്നത്. ഓക്കെ, അടുത്ത ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ് അക്കോമഡേഷൻ ടു ജഡ്ജ്, അല്ലെ? അതായത് ഈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ ജഡ്ജസിന് കൊടുക്കുന്ന അക്കോമഡേഷൻ, അല്ലെ? ഗവൺമെന്റ് ഫ്രീ ആയിട്ട് വീട് അല്ലെങ്കിൽ അക്കോമഡേഷൻ ഫെസിലിറ്റി കൊടുക്കും. അതിന് ഈ ജഡ്ജ് ടാക്സ് കൊടുക്കണോ? വേണ്ട, അതൊരു ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കാം, ഫ്രീ അക്കോമഡേഷൻ ടു മിനിസ്റ്റേഴ്സ്, അല്ലെ? മന്ത്രിമാർക്ക് കൊടുക്കുന്ന, മിനിസ്റ്റേഴ്സിന് അഥവാ യൂണിയൻ മിനിസ്റ്റർ അല്ലെങ്കിൽ MP അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് പ്രതിപക്ഷ നേതാവ്, ഇവർക്കൊക്കെ കൊടുക്കുന്ന ഫ്രീ അക്കോമഡേഷൻ, അല്ലെ? അതായത് ഫ്രീ അൺഫർണിഷ്ഡ് ഹൗസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള എക്സ്പെൻസ്. അതായത് ഇപ്പോ ഫ്രീ അൺഫർണിഷ്ഡ് ഹൗസ് പ്ലസ് മെയിൻ്റനൻസ്, അതെന്താണ്? അൺഫർണിഷ്ഡ് അല്ല, ഫർണിഷ്ഡ് ഹൗസ്. ഫ്രീ ഫർണിഷ്ഡ് ഹൗസ് പ്ലസ് മെയിൻ്റനൻസ്, ഇത് ടാക്സ് ഫ്രീ ആണ്. മിനിസ്റ്റേഴ്സിന് കൊടുക്കുന്ന അക്കോമഡേഷൻ, ഫ്രീ അക്കോമഡേഷൻ ഫെസിലിറ്റി ടാക്സ് ഫ്രീ ആണ്. അതുപോലെ തന്നെ അടുത്ത് നോക്കി നോക്കാം, സ്കോളർഷിപ്പ് ടു എംപ്ലോയീസ് ചിൽഡ്രൻ, അല്ലെ? എംപ്ലോയിയുടെ കുട്ടികൾക്ക് ഈ എംപ്ലോയർ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. അതും ഒരു ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്വിസൈറ്റ് ആണ്, അല്ലെ? ഒരു എംപ്ലോയർ അയാളുടെ എംപ്ലോയിയുടെ കുട്ടിക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്ത് നോക്കി നോക്കാം, യൂസ് ഓഫ് ഹെൽത്ത് ക്ലബ്, സ്പോർട്സ് ഓർ സിമിലർ ഫെസിലിറ്റി പ്രൊവൈഡഡ് യൂണിഫോമിറ്റി ടു ഓൾ എംപ്ലോയീസ് ബൈ എംപ്ലോയർ. ഇവിടെ എന്താണ്? ഇപ്പോ ഹെൽത്ത് ക്ലബ്ബ് അല്ലെങ്കിൽ സ്പോർട്സ് ഫെസിലിറ്റി, നമ്മളെ ജിം, സ്പോർട്സ്, അങ്ങനെയുള്ള കുറച്ച് ക്ലബ്ബുകളില് എല്ലാ എംപ്ലോയീസിനും ഒരേപോലെ കൊടുക്കുകയാണെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. ഇനി ചില എംപ്ലോയീസിന് മാത്രമാണ് ഈ ക്ലബ്ബ് ഫെസിലിറ്റി കൊടുക്കുന്നതെങ്കിലോ അപ്പൊ ആ എംപ്ലോയീസിന് ക്ലബ്ബ് ഫെസിലിറ്റി കിട്ടിയ ചില എംപ്ലോയീസ് എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ ഈ ക്ലബ്ബ് ഫെസിലിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ടാക്സ് ഫ്രീ ആണ്. ദെൻ അടുത്ത നോക്കി നോക്കാം, ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്, അല്ലെ? ഷെയർസ്, അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. എന്താ പറയുന്നത്? കമ്പനി ഈ എംപ്ലോയീസിന് ഷെയറോ ഡിബെഞ്ചറോ കൺസെഷണൽ റേറ്റിൽ കൊടുക്കും, അതായത് കുറഞ്ഞ റേറ്റിൽ കൊടുക്കും. ഇത് നമ്മൾ പെർക്വിസൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ 15 രൂപ വിലയുള്ള ഷെയർ കമ്പനി അവരുടെ എംപ്ലോയിക്ക് 10 രൂപക്ക് കൊടുക്കുകയാണ്. അപ്പൊ 5 രൂപ ആർക്ക് ബെനിഫിറ്റ് കിട്ടി? എംപ്ലോയിക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ എന്തായി കണക്കാക്കുന്നില്ല? ഒരു പെർക്വിസൈറ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. സോ ഇതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ അതുപോലെ തന്നെ അടുത്ത നോക്കാം, അപ്പൊ അവിടെ കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട് കേട്ടോ. ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് കീപ്പ് ചെയ്തെങ്കിൽ മാത്രമാണ് കേട്ടോ ഇത് പെർക്വിസൈറ്റ് അല്ലാതാവുകയുള്ളൂ. ദെൻ അതുപോലെ തന്നെ കോൺഫറൻസ് എക്സ്പെൻസസ്, ഇപ്പൊ ഓഫീസ് കോൺഫറൻസുകളോ സെമിനാറുകളോ നടത്തുകയാണ്, അല്ലെ? അപ്പൊ അതിനിപ്പോ എംപ്ലോയി അതിന് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ എംപ്ലോയിയുടെ ട്രാവൽ എക്സ്പെൻസ്, ഹോട്ടൽ എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസസ് ഒക്കെ എംപ്ലോയർ ആണ് വഹിക്കുന്നതെങ്കിൽ, അതായത് ഇപ്പൊ ഓഫീസ് കോൺഫറൻസസിനോ സെമിനാറിന് വേണ്ടിയിട്ടോ എംപ്ലോയി പോവാണ്,
അപ്പൊ അതിന്റെ ഫുഡ് എക്സ്പെൻസ്, ഹോട്ടൽ എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസസിന്റെ എക്സ്പെൻസസുകളൊക്കെ വഹിക്കുന്നത് എംപ്ലോയർ ആണെങ്കിൽ അതൊരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്യൂസൈറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ ട്രാവലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഓഫീസ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് നമുക്കറിയാം അതൊരു ടാക്സ് ഫ്രീ ആണ് എന്നുള്ളത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എംപ്ലോയർ അതിന്റെ റീഇംബേഴ്സ്മെന്റ്, അതായത് എംപ്ലോയി ചെലവുകളൊക്കെ എടുത്തു, ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് പോയിട്ടുള്ള യാത്രയാണ്, എംപ്ലോയി അതിന്റെ ചെലവുകളൊക്കെ എടുത്തു, പിന്നീട് അത് എംപ്ലോയറിൽ നിന്ന് വാങ്ങിക്കും, എങ്കിലും അത് ടാക്സ് ഫ്രീ ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓഫീസ് എക്സ്പെൻസുകളൊക്കെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ യൂസ് ചെയ്യുമ്പോഴാണ് അത് എന്താവുന്നത്, പെർക്യൂസൈറ്റ് ആവുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ അല്ലെ. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഫ്രീ ലോണ് ഫ്രീ ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യാണ്, ഇൻട്രസ്റ്റ് ഇല്ലാതെയോ കൺസെഷണൽ റേറ്റിലോ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യാണ്. പക്ഷേ 20,000 വരെയാണ് ലോൺ എമൗണ്ട് എങ്കിൽ അപ്പൊ മാത്രമാണ് എന്താവുന്നത്, ടാക്സ് ഫ്രീ ആവുന്നത്. ഒരു എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് 20,000-നേക്കാളും കൂടുതൽ, അതിനേക്കാളും എമൗണ്ട് കൂടുതൽ ലോൺ ആയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അതെന്താണ്, ടാക്സബിൾ ആണ്. 20,000 രൂപ വരെ എന്താണ്, ടാക്സ് ഫ്രീ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ടാക്സ് ഫ്രീ പെർക്യൂസൈറ്റ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഒരു 22 പോയിന്റുകളോളം ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഇതുവരെ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന സാലറി, അലവൻസ്, പെർക്യൂസൈറ്റ്സ്, ബോണസ്, കമ്മീഷൻ, അതായത് മോണിറ്ററി ആയിട്ട് കിട്ടുന്ന പൈസയും നോൺ മോണിറ്ററി ആയിട്ട് ഇതുപോലെ കിട്ടുന്ന പെർക്യൂസൈറ്റ്സിന്റെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇതൊക്കെ എന്തിനാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു എംപ്ലോയിയുടെ സാലറി ഇൻകത്തിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ ഒരു എംപ്ലോയിക്ക് 50,000 രൂപ മന്ത്ലി സാലറി ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എന്ത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ആ എംപ്ലോയിക്ക് ടോട്ടൽ സാലറി എത്രയാണ്, 50,000 ഇൻറ്റു 12 അല്ലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എമൗണ്ട് കിട്ടും അല്ലെ. അപ്പൊ അത് അയാളുടെ സാലറിയാണ്. എന്നിട്ട് അയാൾക്ക് അത് സാലറി ആയിട്ട് മാത്രമാണ് ഈ 50,000 കൊടുക്കുന്നത്. പിന്നീട് അയാൾക്ക് ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, കാർ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അക്കോമഡേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ പല ബെനിഫിറ്റ്സുകളും ആർക്ക് കൊടുക്കാം, എംപ്ലോയിക്ക് കൊടുക്കാം. അപ്പൊ അതിന്റെ വാല്യൂ ഒക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് പഠിച്ചു. ഇതൊക്കെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, ഇയാളുടെ സാലറി ഇൻകത്തിന്റെ കൂടെ കൂട്ടണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇയാളുടെ ഗ്രോസ് ടോട്ടൽ സാലറി കിട്ടും. ഓക്കെ, അതായത് ഇയാളുടെ ടോട്ടൽ ഗ്രോസ് സാലറി കിട്ടും. ഇനി നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യണം, ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. ടാക്സബിൾ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഗ്രോസ് സാലറിയുടെ മുകളിലല്ല ടാക്സ് കൊടുക്കേണ്ടത്. നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ബെനഫിറ്റ്സുകളും അലവൻസുകളും സാലറിയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു എംപ്ലോയിക്ക് ഇപ്പോൾ ഒരു വർഷത്തിലെ 5 ലക്ഷം കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഒരു എംപ്ലോയിയുടെ ഗ്രോസ് സാലറി എത്രയാണ്, 5 ലക്ഷം ആണെന്ന് വിചാരിച്ചോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കുറച്ച് ഡിഡക്ഷൻസ് കുറക്കാം. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഡിഡക്ഷൻസ് ഫ്രം സാലറി. എന്തൊക്കെയാണ് ആ ഡിഡക്ഷൻസ്? ഒന്നാമത്തെ ഡിഡക്ഷൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഓക്കെ, രണ്ടാമത്തത് എന്റർടൈൻമെന്റ് അലവൻസ്, മൂന്നാമത്തത് ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് എല്ലാ എംപ്ലോയീസിനും കുറക്കാൻ പറ്റും. ഒരു എംപ്ലോയിക്ക് 5 ലക്ഷമാണ് ഗ്രോസ് സാലറി എങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് കുറക്കാം. എത്ര കുറക്കാൻ പറ്റും നോക്കി നോക്കാം. ഇയാൾ 50,000 അല്ലെ, റുപ്പീസ് ഫിക്സഡ് ആണ്, റുപ്പീസ് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് നമ്മൾ കുറയ്ക്കേണ്ടത് എപ്പോഴും എത്രയാണ്, 50,000. അതല്ല നോക്കട്ടെ, 50,000 അല്ലെങ്കിൽ ഇയാളുടെ ഗ്രോസ് സാലറി, ഇപ്പൊ നമ്മളുടെ എക്സാമ്പിൾ ഇയാളുടെ ഗ്രോസ് സാലറി എത്രയാണ്, 5 lakh ആണ് അല്ലെ. ഇതിപ്പോ റുപ്പീസ് 50,000 അത് ഫിക്സഡ് ആണ്. 50,000-ഉം ഈ ഒരു എംപ്ലോയിയുടെ ഗ്രോസ് സാലറിയും കൂടെ കമ്പയർ ചെയ്യാം. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഇയാൾക്ക് കിട്ടിയ ഗ്രോസ് സാലറി 5 lakh ആണ്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ലെസ്, ഏതാണ് കുറവ്, 50,000 ആണ് അല്ലെ.
ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഗ്രോസ് സാലറിനേക്കാളും എപ്പോഴും 50,000 തന്നെ ആയിരിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കുറക്കാൻ ഉണ്ടാവുള്ളൂ. കാരണം ഗ്രോസ് സാലറി മിക്ക കേസുകളിലും 50,000-നേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എപ്പോഴും കുറക്കാം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കുറക്കാൻ ഉണ്ടാവുക ₹50,000 ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ₹50,000 ഗ്രോസ് സാലറി വിച്ച് എവർ ഈസ് ലെസ്, ഇതിൽ ഏതാണോ കുറഞ്ഞ എമൗണ്ട് അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കുറക്കാൻ പറ്റും. ദെൻ ഇനി എന്റർടൈൻമെന്റ് അലവൻസ്, അടുത്തൊരു ഡിഡക്ഷൻ ആണ് എന്റർടൈൻമെന്റ് അലവൻസ്. അപ്പൊ ഇവിടെ ഈ കസ്റ്റമേഴ്സിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എംപ്ലോയർ നൽകുന്ന അലവൻസസ് ഉണ്ടല്ലോ. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും, ശേഷം നമുക്കത് ഡിഡക്ഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ആയിട്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമാണ് കേട്ടോ ഈ ഒരു ഡിഡക്ഷൻ കിട്ടുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ എന്റർടൈൻമെന്റ് അലവൻസസ് ഡിഡക്ഷൻ കിട്ടുക ഒന്നും കൂടെ പറയാം. ഒരു ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്ന ഗ്രോസ് സാലറിയിൽ നിന്ന് എന്റർടൈൻമെന്റ് ഡിഡക്ഷൻസ് കുറക്കാം. ഓൺലി ഗവൺമെന്റ് എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് മാത്രമേ നമുക്ക് എന്റർടൈൻമെന്റ് ഡിഡക്ഷൻസ് കുറക്കാൻ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് എല്ലാ എംപ്ലോയീസിൽ നിന്നും സാലറിയിൽ നിന്നും കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ₹5,000 പിന്നെ ശ്രദ്ധിക്കട്ടോ, ഒരു എംപ്ലോയിക്ക് എന്റർടൈൻമെന്റ് അലവൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ഗവൺമെന്റ് എംപ്ലോയിക്കാണ് കിട്ടുന്നത് എങ്കിൽ ₹5,000. ദെൻ രണ്ടാമത്തത് സാലറിയുടെ, ഈ എംപ്ലോയിയുടെ സാലറിയുടെ 20%. ദെൻ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ്, ഇതിലേറ്റവും കുറവ് ഏതാണോ എന്ന് നോക്കുക. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇയാളുടെ ഗ്രോസ് സാലറിയിൽ നിന്ന് കുറക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ 20% സാലറി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നമ്മള് ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന ബേസിക് സാലറിയുടെ 20% എടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഇതുപോലെ എന്റർടൈൻമെന്റ് അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇയാളുടെ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്ത് അതിന് ടാക്സ് കൊടുക്കണം, ഡിഡക്ഷൻസ് ഇല്ല. ഓക്കെ, ദെൻ അതാണ് എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറയുമ്പോൾ ഓൺലി ഗവൺമെന്റ് എംപ്ലോയിക്ക് മാത്രമാണ് അതിന് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതുപോലെ തന്നെ അടുത്ത് നോക്കി നോക്കൂ, ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. ഓക്കെ, അഥവാ പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ് ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഈടാക്കുന്ന ടാക്സ്. ഇതിനെ നമുക്ക് പ്രൊഫഷണൽ ടാക്സ് എന്നും എംപ്ലോയ്മെന്റ് ടാക്സ് എന്നും പറയും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എംപ്ലോയി ഇതുപോലെ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ആ എമൗണ്ട് കുറക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോ മാക്സിമം അതിന്റെ ലിമിറ്റ് എത്രയാണ്, 2,500 പെർ ഇയർ ആണ്. പെർ ഇയർ 2,500 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ, വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഈ എംപ്ലോയർ ആണ് ഈ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തത്, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ ആണ് ഇത് പേ ചെയ്തത് എങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ ടാക്സിന്റെ എമൗണ്ട് നമ്മുടെ എംപ്ലോയിയുടെ സാലറിയിൽ ഉൾപ്പെടുത്തും. പിന്നീട് നമ്മൾ അത് എന്ത് ചെയ്യും, ഡിഡക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ഒന്നും നോക്കണ്ട, ഒരു സാലറി വാങ്ങുന്ന ഒരു എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാവർക്കും കുറക്കാവുന്നതാണ്. എന്റർടൈൻമെന്റ് അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് എംപ്ലോയിക്ക് മാത്രമാണ് അതിന് ഡിഡക്ഷൻ കിട്ടുന്നതുള്ളൂ. പിന്നെ പ്രൊഫഷണൽ ടാക്സ് അഥവാ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് എംപ്ലോയി അടച്ചാലും എംപ്ലോയർ അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് എല്ലാ എംപ്ലോയീസിന്റെ ഗ്രോസ് സാലറിയിൽ നിന്ന് അത് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ശരി.